ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഡ്രാമ വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഷ രാജീവ്. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ചൈനീസ് ഡ്രാമയായ ദ സ്ലീപ്ലെസ് പ്രിൻസസിന്റെ 13ാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 12ാമത്തെ ഭാഗത്തിൽ നമ്മുടെ ഹീറോയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ആ സീനിലാണ് അവിടെ എൻഡ് ആകുന്നത്. ഈ സീനിൽ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നു. നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ കരഞ്ഞതൊന്നുമില്ല, എനിക്ക് നാണമില്ലേ കരയാൻ, ഞാൻ കൊച്ചുകുട്ടിയാണോ എന്ന് ചോദിക്കുന്നു. ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് മറുപടി ആയിട്ട് ഞാൻ ചെറുപ്പത്തിലെ, അതായത് എൻ്റെ കുട്ടിക്കാലത്തെ നോൺസാങ്ങിലെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചവനാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ പറയാണ്, ഓ നിങ്ങൾക്ക് അതാണല്ലോ, നിങ്ങൾ ജനറൽ ആയാലും അതിന് ഇതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നിനക്ക് ആ കബോർഡിലിരുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കുമല്ലോ, എനിക്ക് പറയാം അത് ഷിൻചൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോ ഐഡന്റിഫൈ ചെയ്തു അത് ആ പ്രിൻസ് ആണ് എന്നത്. അത് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, അത് ഷിൻചാനൊന്നും അല്ല. ഷിൻചാനെ ന്യായീകരിച്ചിട്ട് വളരെ നമ്മുടെ ഹീറോ എടുത്ത് പറയുകയാണ്. പക്ഷേ ഹീറോ ഒരു പുഞ്ചിരിയോടെയാണ് നിൽക്കുന്നത്. ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അത് വേറെ ആരുമല്ല, പ്രിൻസ് ആണ് എന്ന്. അവിടെ ഒളിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ചെടി നനയ്ക്കാൻ പോകാം ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ ചാടുമ്പോൾ പെട്ടെന്ന് ആ പെൻഡന്റ് താഴെ വീഴുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രിൻസിന്റെ കയ്യിലുണ്ടായിരുന്ന പെൻഡന്റും പ്രിൻസസിന്റെ കയ്യിലുണ്ടായിരുന്ന പെൻഡന്റും തമ്മിൽ ഒന്നാക്കിയാണ് നമ്മുടെ ഹീറോയിന്റെ കയ്യിലിരുന്നത്. അത് താഴെ വീഴുന്നു. നമ്മുടെ ഹീറോ അത് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ അത് എടുത്തിട്ട് ഇത് അവൻ കണ്ടു കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ അത് കണ്ടിട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് ആ സീനിൽ കാണിക്കുന്നത്. പിന്നത്തെ സീനിലെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, നമ്മുടെ ഹീറോയെ രക്ഷിക്കാനാണ് അവൾ അവിടെ പോയത് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഈ തോഴി ചോദിക്കുകയാണ്, അവളുടെ പേര് തായു എന്നാണ് കേട്ടോ, ചോദിക്കുകയാണ്, ഇനി വീണ്ടും സ്വപ്നങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം പറഞ്ഞ് ഇതേ സ്വപ്നമാണ് കാണുന്നത്, ഇതേ മുടിയൊക്കെ കെട്ടി ഇതുപോലുള്ളൊരു പെൺകുട്ടിയാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാനിവിടെ ഉള്ളപ്പോൾ, ഈ കൊട്ടാരത്തിലുള്ളപ്പോൾ അദ്ദേഹത്തിനൊരു അപകടവും വരുത്താൻ ഞാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇനി എന്തെങ്കിലും വന്നാലും ഞാനത് ഞാനിവിടെ ഉള്ളപ്പോൾ അത് തടയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. തായി ചോദിക്കുകയാണ്, കുമാരിക്ക് ഭയമൊന്നുമില്ലേ ഇങ്ങനെ രക്ഷിക്കാൻ? അതായത് ഇവളുടെ സ്വപ്നങ്ങളെ തടയുകയാണെങ്കിൽ, മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് മരണമാണ് സംഭവിക്കുന്നത്. അതിന് നമ്മുടെ ഈ തായു ഇത് കേട്ടതും വെളിയിലോട്ട് ഇറങ്ങുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കുമാരിക്ക് ഒരു അപകടവും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. തായു വെളിയിലോട്ട് നോക്കി നിൽക്കുന്ന സീനാണ് അത്. പിന്നത്തെ സീനില് നമ്മുടെ നന്നാനെയാണ് കാണിക്കുന്നത്. നന്നാന്റെ തോഴി വന്ന് പറയുകയാണ്, നമ്മുടെ ലൂജി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം അവൻ ഇത്ര ധൈര്യമോ ഇവിടെ വരാനെന്ന് ചോദിക്കുന്നുണ്ട്. കാരണമെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുകയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടത് നന്നാൻ പെട്ടെന്ന് ദേഷിച്ച് വാളൊക്കെ എടുത്തിട്ട് അവനെ എനിക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ തോഴി പറയുകയാണ്, നീ ഫാൻ ഹൗസിൽ പോയതും അവിടെ ചെയ്ത കാര്യങ്ങളും ഒന്നും എല്ലാം നിയമവിരുദ്ധമാണ്. നീ ഒരു രാജാവിന്റെ മകളല്ലേ, അന്നേരം നീ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു. അത് പുറത്തിറങ്ങിയാൽ നാണക്കേടാണ് എന്ന് പറഞ്ഞതും പെട്ടെന്ന് അവളൊരു കൊച്ചുകുട്ടിയെ പോലെ, സത്യം പറയുന്നതൊക്കെ ഉള്ളൊരു ഫീമെയിൽ ക്യാരക്ടേഴ്സ് പലതും നല്ല ക്യൂട്ടാണ്, കുഞ്ഞു കുട്ടികളുടെ കൂട്ടാണ്. അന്നേരം പെട്ടെന്ന് അവൾ മാറിയിട്ട് ശരി അവനെ കടത്തി വിടുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും നമ്മുടെ ലൂജി വരുമ്പോഴത്തേനും ലൂജി വരുമ്പോഴാണെങ്കിൽ നമ്മുടെ നന്നാൻ തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നന്നാൻ പറയുന്നു, അവിടെ എന്താ വന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം പറയുന്നുണ്ട്, ഈ സാക്ഷി തരാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ആ പൗച്ചെടുത്ത് വെക്കുന്നു. എന്നിട്ട് എന്താ മുഖം മറച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ജനിച്ചപ്പോഴേ വികൃതമായിരുന്നു, അതുകൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞതാണ്, ഇത് നമ്മൾ ബാക്കിയുള്ളവർ ജനങ്ങൾ കാണുമ്പോൾ പേടിക്കും, അത് പുറത്തറിയാതിരിക്കാനും വേണ്ടിയാണ് ഞാനിത് ധരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, നീ നല്ല സുന്ദരിയാണല്ലോ, അന്ന് കണ്ടപ്പോൾ നല്ല സുന്ദരിയായിരുന്നു, പിന്നെ എന്തിനാണ് ഇതൊക്കെയെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഒന്ന് ചിരിച്ചിട്ട്, ഞാൻ അന്ന് മേക്കപ്പ് ഇട്ടാണ് വന്നത്, ഇനി നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് പറയുന്നു, എൻ്റെ മേക്കപ്പ് ഇടാതെ നിന്നെ ഒന്ന് കാണട്ടെ, നീ വളരെ സുന്ദരിയാണ് എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഈ മുഖം മൂടി മാറ്റി പിന്നെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് നമ്മുടെ ഹീറോ അവൻ നമ്മുടെ ഈ ലുചി പറയുകയാണ്, നീ ഇവിടുത്തെ രാജാവിന്റെ മകളും ഞാൻ പടത്തലവനുമാണ്, എങ്കിൽ പിന്നെ നമുക്ക് തമ്മിൽ കല്യാണം കഴിച്ചാൽ നല്ല, അത് കുഴപ്പമില്ല, അതേ ഉള്ളൂ ഒരു പ്രശ്നം, അത് കുഴപ്പമില്ല, നമ്മൾ നല്ല മാച്ചിങ് ആണെന്ന് പറയുന്നുണ്ട്. അന്ന് ഞാൻ പറയുകയാണ്, നീ ഇവിടെ മേലെ എന്നെ കാണാൻ വരരുത്, എനിക്ക് ഓൾറെഡി ഒരു ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജനറലിനെ പറയുന്നു. അന്നേരം ഇദ്ദേഹം ചോദിക്കുകയാണ്, ജനറൽ ഷൂവോ? അന്നേരം ഞാൻ ചോദിക്കുകയാണ്, ജനറൽ ഷൂവിനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നു, എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. ബ്രദർ അവന് ഭക്ഷണം കൊടുത്തതും ഇപ്പോൾ ആ റൈസ് ബോൾ അവിടെ വീട്ടിൽ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവന് ഏറ്റവും പ്രിയപ്പെട്ടത് ആ റൈസ് ബോൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നന്നാൻ അവിടുന്ന് ചാടി വെളിയിലോട്ട് ഇറങ്ങിയാണ്. എന്നിട്ട് ഞാൻ പുള്ളിക്കാരി ഓർക്കുന്നത്, അയ്യോ ഇത് എന്റെ വീടാണല്ലോ, ഞാനല്ലല്ലോ പുറത്ത് പോകേണ്ടതെന്ന്. അന്നേരം നമ്മുടെ ലൂജി അവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് ലൂജിയെ അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ലൂജി ഇത് കേട്ടത് ഒരു പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നത്തെ സീൻ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ലൈബ്രറിയിൽ വരുന്നതും അവിടെ അവൾ ഒരു ബുക്ക് തിരക്കുന്നതും ഒക്കെയാണ്. പിന്നെ അവിടുന്ന് ഒരു ബുക്കുമായിട്ട് അവിടുന്ന് പോകുന്നതാണ് പിന്നത്തെ സീനിൽ കാണിക്കുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ തോഴി വന്ന് പറയുന്നുണ്ട്, അതായത് ഹീറോയുടെ അമ്മയല്ല വാർത്തമ്മയാണ് നമ്മുടെ ഹീറോയെ എടുത്തു വളർത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു, മുത്തശ്ശി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് പോവുകയാണ് പിന്നത്തെ സീനിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയും മുത്തശ്ശിയും കൂടി അമ്മയും കൂടി നമ്മുടെ ഹീറോയിനെ വെയിറ്റ് ചെയ്യുകയാണ്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു സീനാണ്.
അത് വളരെ ക്യൂട്ടായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് സീനാണ്. അവിടെ നമ്മുടെ ഷിയോയുടെ അമ്മ പറയുകയാണ്, കല്യാണം നീ ഒരു രാജകുമാരിയാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത്രയും നാളായാലോ കുഞ്ഞുങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നന്നാനായിരുന്നെങ്കിൽ അവളുടെ കുട്ടിത്തമുള്ള സ്വഭാവമാണ്, അവൾ വളരെ ക്യൂട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഇത് രണ്ടും നമ്മുടെ ഹീറോയിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവർ തമ്മിൽ നമ്മുടെ ഹീറോയുടെ ആഹാരം കഴിക്കുമ്പോൾ ഫുഡ് ഇവിടെ മുഖത്തെല്ലാം പറ്റുന്നുണ്ട്. ഇത് മാറ്റാനുള്ള ആംഗ്യ ഭാഷയിലാണ് ഹീറോ സംസാരിക്കുന്നത്. ഇതിനിടയിൽ ഈ അമ്മ പറയുന്നത് എന്താണെന്ന് നമ്മൾ ഈ ഹീറോയിൻ അതിന് ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഇത് കണ്ടിട്ട് അമ്മയാണെങ്കിൽ രണ്ടുപേരെ നോക്കുന്നു. ഇത് കണ്ട് രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഹീറോ പറയുകയാണ് ഞാനാണെങ്കിൽ നമ്മുടെ ഹീറോയിനുമായിട്ട്, അതായത് നമ്മുടെ രാജകുമാരിയായിട്ട് വളരെ നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്നു. ഇത് ശരിയല്ലേ എന്ന് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് എന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകുകയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിഞ്ചൻ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനൊക്കെ ഒരു പേപ്പറിൽ വരച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ആ ഷിഞ്ചന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ കൂടുതൽ നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അവളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയെ, അതായത് നമ്മുടെ ജനറലിനെ രക്ഷിക്കാനും വേണ്ടി അത് മാറി എന്ന് കരുതി ഇരിക്കുകയാണ്. പക്ഷെ അതിലൊരു മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്നെ തേടി വരും, അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാനെന്ന് പറയുന്നു. അവൾ എന്തുമാണ് ചെയ്യുന്നതെന്ന് കൂടുതൽ ശ്രദ്ധ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ്, നമ്മുടെ ജനറൽ താങ്കളെ കാണാൻ വന്നിരിക്കുന്നു, ആ പെൻഡന്റിനെ കുറിച്ച് അന്വേഷിക്കാനാണ് എന്ന് പറയുന്നു. ശരി, കടത്തി വിടൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയും നമ്മുടെ ഷിഞ്ചനും തമ്മിലുള്ള സംഭാഷണമാണ്. ഇതിന് ഷിഞ്ചൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ എൻ്റെ സഹോദരിയെ പറ്റി എന്തറിയാമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും നമ്മുടെ ഹീറോ പറയുകയാണ്, ഞാനാണെങ്കിൽ അവളെ പറ്റി അന്വേഷിച്ചായിരുന്നു. അതായത് നമ്മുടെ യഥാർത്ഥ ഒരു അഡോപ്റ്റഡ് ചൈൽഡാണ്, അതായത് ഒരു ദത്തുപുത്രിയാണ്, രാജാവ് എടുത്തു വളർത്തിയ ദത്തുപുത്രിയാണ് നമ്മുടെ പ്രിൻസസ് എന്ന് പറയുന്നു. പക്ഷെ അതിലൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഷിഞ്ചനും നമ്മളെ ഹീറോയുടെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഫൺ ഹൗസിലെ ഓണർ നിങ്ങളാണല്ലോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ രാജകുമാരൻ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് നമ്മുടെ പ്രിൻസ് പറയുകയാണ്, ഞാൻ ഒരുപാട് കഷ്ടതകളിലൂടെയാണ് എൻ്റെ സഹോദരിയും ഞാനും കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ നാളെ അവൾക്ക് ആ കൊട്ടാരത്തിൽ പോകാൻ വരാതെയും നിന്റെ കൂടെ ജീവിക്കാൻ പറ്റാതെയും ആയാൽ എനിക്ക് അവളെ നല്ലതുപോലെ ജീവിക്കണം, അതായത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പണം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ടത് നമ്മുടെ ഹീറോ പറയുകയാണ്, നീ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, അവൾ എൻ്റെ കൂടെ എത്ര നാളും എൻ്റെ വിശ്വസ്തയായിരിക്കുന്നു അത്രയും നാളും അവൾക്കൊരു കുഴപ്പം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, ആ പാൻസിങ് കോട്ടയിൽ നിന്ന് നിങ്ങളൊരു ക്രീം മേടിച്ചല്ലോ, അതിൽ ആ മേടിച്ച ആൾ ആക്സിഡന്റിൽ മരിച്ചു, അതിനെപ്പറ്റിയുള്ള അന്വേഷണമാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അത് ആരാണ് എന്ന് അറിയാനാണ് എന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. തിരിച്ച് എനിക്ക് തരേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിക്ക്, എൻ്റെ സഹോദരിക്ക് 3 ദിവസത്തേക്ക് അവൾക്കൊരു അസുഖമുണ്ട്, അതിൽ 3 ദിവസം ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് 3 ദിവസം എൻ്റെ കൂടെ വേണമെന്ന് പറയുന്നു. ഇത് നമ്മുടെ ഹീറോ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയുമായിട്ട് നമ്മുടെ ഷിൻചാൻ ചെന്നിട്ട് അതിൽ നോക്കുമ്പോൾ ആ ക്രീം കൊടുത്ത ആ മെമോ ബുക്ക് കാണുന്നില്ല. അന്നേരം ഇതേ സമയം തന്നെ അവിടെ നമ്മുടെ കൊലയാളികൾ, അതായത് നമ്മുടെ ഹീറോയിനെ ആദ്യം കൊല്ലാൻ ശ്രമിച്ച കൊലയാളികളാണ് കാണിക്കുന്നത്. അവരെ കണ്ടതും നമ്മുടെ ഹീറോ അവരെ തിരിച്ചറിയുന്നു. എന്നിട്ട് അവരെ പിന്തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ വന്ന് പറയുകയാണ്, കൊലയാളികൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിന് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ മരണമായിട്ട് എന്തോ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ വില്ലൻ, അതായത് ഇതാണ് വില്ലൻ, നമ്മുടെ വില്ലൻ ഇതിന് ഒരു ഓടക്കുഴൽ വെച്ചിട്ട് ഓടക്കുഴൽ വായിക്കുകയും അന്നേരം അവിടേക്ക് ഈ കൊലയാളി വന്ന് പറയുകയാണ്, ഇത് കിട്ടിയെന്ന് പറയുന്നു, ആ നോട്ട്സ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ആ വില്ലൻ പറയുകയാണ്, ശരി, അത് കത്തിച്ച് കളഞ്ഞേക്കോ എന്ന് പറയുന്നു. ഇനി ഒരിക്കലും അവൻ്റെ ചേട്ടൻ്റെ മരണത്തെക്കുറിച്ച് അവൻ അറിയാനിടയാകരുത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരിയും നമ്മുടെ ഷിഞ്ചനും തമ്മിലുള്ള സംസാരമാണ്. നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരി ആ പെൻഡന്റ് ഷിഞ്ചനെ ഏൽപ്പിക്കുന്നു. രാജകുമാരി തന്നുവിട്ടതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ 3 ദിവസം പേടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നേരം നമ്മുടെ രാജകുമാരൻ പറയുകയാണ്, നീ പേടിക്കേണ്ട, അതായത് ഈ 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ രാജകുമാരി വീണ്ടും രൂപം മാറാൻ പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, ഞാനാണെങ്കിൽ ജനറലുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ രാജകുമാരി എൻ്റെ അടുത്ത് കിട്ടുമെന്ന് പറയുന്നു. ആരും അത് അറിയാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും എന്നിട്ട് ഇത്രയും പറഞ്ഞ് നമ്മുടെ ആ രാജകുമാരൻ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടതും നമ്മുടെ ഈ തോഴി മനസ്സിൽ വിചാരിക്കുകയാണ്, ആരും ഈ രാജകുമാരിയുടെ രൂപമാറ്റത്തെ എല്ലാവരും നിസ്സാരമായാണ് കാണുന്നത്, എന്തെങ്കിലും അപകടം പറ്റിയാലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇത് തടയണം എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി ആ ഫാൻ ഹൗസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഫാൻ ഹൗസിൽ ചെന്നിട്ട് അവരുടെ കയ്യിൽ ഹണി ട്രാപ്പിനുള്ള ഒരു മെഡിസിൻ മേടിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നത്തെ സീനിലാണെങ്കിൽ നമ്മുടെ നന്നാൻ നമ്മുടെ ജനറലിനെ കാണാൻ പോകാനുള്ള തിരക്കിലാണ്. അതിന് പറയുന്നുണ്ട്, ഇതിൽ ഏതാണ്, ഞാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിന് തോഴി പറയുന്നു, ഞാൻ നിന്നെ നല്ല സുന്ദരിയാക്കി ഒരുക്കി വിടാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ കണ്ട സ്വപ്നത്തെ പോലെ ആ മുടിയൊക്കെ അങ്ങനെ വളച്ചൊക്കെ കെട്ടി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ പിന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ആ ഗാർഡനിൽ നിൽക്കുമ്പോൾ
ഈ നമ്മുടെ ജനറലിനെ നോക്കിയ ഒരു അമ്മയുണ്ട്, ആ ആൻറ്റി വന്നിട്ട് ആൻറ്റി വന്നിട്ട് പറയുകയാണ്, നന്നാൻ വന്നിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എന്ന് പറയുന്നു. ശരി, ഞാൻ എൻ്റെ എനിക്ക് കുറച്ച് വായിക്കാനുണ്ട്, എന്നിട്ട് ഞാൻ അവളോട് വന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഷിങ്ചാൻ നമ്മുടെ രാജകുമാരിയെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ നന്നാനെ കാണുന്നതും ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്, ശരിയായി നമ്മുടെ രാജകുമാരി കണ്ട സ്വപ്നം ഫലിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജനറലിനെ കാണാൻ വന്നതാണ് എന്ന് പറയുന്നു. ഞാൻ ഈ ഫുഡൊക്കെ ആയിട്ടാണ് വന്നതെന്ന് പറയുന്നത്, ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഈ രാജകുമാരൻ മനസ്സിൽ ഓർത്ത് ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള സീൻ എന്ന് വെച്ചാൽ ഇതേ സമയം നമ്മുടെ ഈ രാജകുമാരിയുടെ തോഴി അവിടെ കടന്നു വരികയും നമ്മുടെ ഈ നന്നാനെ കാണുകയാണ് ചെയ്യുന്നത്. നന്നാനും സ്വപ്നത്തിൽ, അതായത് രാജകുമാരി പറഞ്ഞ സ്വപ്നത്തിലെ പോലെ മുടിയൊക്കെ കെട്ടി ഇതേ രീതിയിലാണല്ലോ വന്നത്, അതുകൊണ്ട് സ്വപ്നം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നന്നാൻ നമ്മുടെ ഈ തോഴി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് നമ്മൾ ഈ ആഹാരത്തിൽ ഈ മരുന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ അവിടെ കടന്നു വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ഫുഡ് ജനറലിന് കൊണ്ട് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് വേണം ഫുഡ് കഴിക്കാനെന്ന് പറയുന്നു. എന്നിട്ടും പറയുന്നു, എനിക്കത് പറ്റത്തില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയുന്നുണ്ട്. അതിന് പറയുന്നു, അല്ല, നീ ആ കുടുംബത്തിലുള്ള ഒരാളല്ലേ, അതുകൊണ്ട് നീ ആ ജനറലിന്റെ കാര്യങ്ങളോട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചിന്തിക്കുകയാണ്, നമ്മുടെ ആ ഫാൻ ഹൗസിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ ബോയായിട്ട് വേഷം കെട്ടി വരുമ്പോൾ ആ കാലൊടിഞ്ഞു പറ്റിച്ച് എന്നുള്ള ആ ഒരു സീനുണ്ടല്ലോ, അത് ഓർക്കുന്നു. അതിനുശേഷം ശരി, ഞാൻ കൊണ്ട് കൊടുക്കാം, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നത്തെ സീനിൽ നമ്മുടെ ഹീറോയും അവൻ്റെ കൂട്ടുകാരൻ ബെയിൻ ആണ് പേര്. എന്നിട്ട് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അതിനിടയിലേക്ക് നമ്മുടെ ഹീറോയിൻ കടന്നു വരുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ എന്നെ കാണാൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് നിങ്ങൾ സമ്മതിച്ചതാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് കുറച്ച് ദിവസത്തേക്ക്, അന്നേരം നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ബൈ പറയാണ്, ശരി, എന്നാൽ നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കൂ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് ഹീറോയിനോട്, നീ എന്നോട് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, അങ്ങനൊന്നും ഇല്ല, നീ ഇതുവരെ ആ കാര്യം വിട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. എനിക്ക് നിന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്നു പറയാൻ പറ്റത്തില്ല, ഞാനെന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു നിർത്തുന്നു. എന്നിട്ട് പറയുകയാണ്, നീ നോക്കിയേ, ആ ഫ്ലവർ കണ്ടോ, ആ ചെടി കണ്ടോ, അത് എപ്പോഴാണ് പൂക്കുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ, അതുപോലെയാണ് ചില കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ ഇങ്ങനെ നോക്കുന്നു. അന്നേരം പെട്ടെന്ന് അവൾ പറയണം, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ പോകുന്നു, നീ പെട്ടെന്ന് വരണേന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, നീ എത്ര നിഷ്കളങ്കയാണ് എന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സീനാണ് അതിലുള്ളത്. പിന്നത്തെ സീനിൽ നമ്മുടെ നന്നാനാണെങ്കിൽ നമ്മുടെ ജനറലിനെ തിരക്കിയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ഹീറോയിൻ്റെ കൂട്ടുകാരി ചായയായിട്ട് വരികയാണ്. എന്നിട്ട് അവളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തേ ജനറൽ എവിടെയാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ പറയുന്നുണ്ട്, രാജകുമാരിയായിട്ട് ആഹാരം കഴിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അവളിങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ ഇന്നാ ഇത് ചായ കുടിക്കുമെന്ന് പറഞ്ഞ് ഇവൾ ഒഴിക്കുമ്പോൾ അവിടെ നിന്ന് അവളുടെ കൈ വഴുതി താഴെ അവിടെ എല്ലാം ചായ. അന്നേരം പറയും, എനിക്കിത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിനും പറയാം, അങ്ങനെ പറയരുത്, ജനറൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, പ്രിൻസസും ഇത് തന്നെയാണ് ദിവസവും കഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് ഞാൻ സന്തോഷത്തോടെ, ശരി എങ്കിൽ നീ പൊക്കോ, ഞാൻ കുടിച്ചോളാം എന്ന് പറയുന്നു. എന്നിട്ട് നമ്മളുടെ ഹീറോയിൻ്റെ കൂട്ടുകാരി മനസ്സിൽ പറയുകയാണ്, ശരി, എന്നോട് ക്ഷമിക്കണം രാജകുമാരി, ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ്, രാജകുമാരിയുടെ സ്വപ്നം പോലെ അതെല്ലാം ഫലിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ നന്നാൻ്റെ കൂട്ടുകാരി, ശരി, ഞാൻ നിനക്ക് ഒഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു ഗ്ലാസ്സിൽ ടീ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നാൻ പറയുകയാണ്, വേണ്ട, നമ്മളെന്തായാലും ജനറൽ വരട്ടെ, വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടിക്കാമെന്ന് പറയുന്നു. പിന്നത്തെ സീനിൽ നമ്മുടെ ഹീറോയിൻ നടന്നു വരുന്നു. അപ്പോഴായിട്ട് നമ്മുടെ പ്രിൻസ് ആണെങ്കിൽ ഓടി വരികയാണ്, ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ചെയ്യുന്നത്. എന്നിട്ടും നമ്മുടെ ഹീറോ പറയുകയാണ്, നീ ഇന്ന് വളരെ അറിയാവുന്ന ഏറ്റവും അടുത്ത ആളെ പോലെയാണല്ലോ എന്നോട് പെരുമാറുന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമ്മുടെ പ്രിൻസ് പറയാണ്, അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് സഹായം ചെയ്തില്ലേ, പാൻസിംഗ് കോട്ടുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നില്ലേ എന്ന് പറയുന്നു. അതിന് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, അതൊന്നുമല്ല, നീ നിന്നെ സഹോദരിയെ കൊണ്ടുവന്നതിനുള്ള സന്തോഷം കൊണ്ടാണ് എന്ന് പറയുന്നു. മറുപടിയായിട്ട് നമ്മുടെ പ്രിൻസ് പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ ഇവിടെ സുനന്നാൻ വരുന്നത് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതിന് ചോദിച്ചു, അതിനെന്താ കാര്യം എന്ന് പറയുന്നുണ്ട്. അതേപോലെ എൻ്റെ സഹോദരി വളരെ ബുദ്ധിമതിയാണ്, അവൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ നീയും നന്നാനും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ അവൾ അറിയുകയാണെങ്കിൽ അവൾക്ക് ഒരുപാട് വിഷമമാകുമെന്ന് പറയുന്നു. പിന്നീട് ഒരിക്കലും അവൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ്, ഇത് അവളുടെ വീടാണ്, അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതിന് മറുപടിയായിട്ട് നമ്മുടെ പ്രിൻസ് പറയുകയാണ്, അവൾക്ക് ഒരുപാട് അവളുടെ അസുഖത്തെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല, അതിന് കൂടി ഇതേ കൂട്ടുള്ള വിഷമങ്ങളും കൂടി ആയാൽ എന്ത് ചെയ്യും, അവളെ ആരാണ് കൂടുതൽ വേദനിപ്പിക്കുന്നതെന്ന് ആർക്കറിയാമെന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ച് വിഷമം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ്, ശരി, എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആണെങ്കിൽ നിന്റെ സഹോദരി എടുത്തിട്ട് പൊക്കോളൂ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ പ്രിൻസ് ഒരു കള്ളച്ചിരിയോടെ പറയാണ്, നീ പെട്ടെന്ന് പോയി ആ നന്നാനുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കും, പെട്ടെന്ന് തന്നെ അവളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിൻസ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്.
പിന്നത്തെ സീനിൽ നമ്മുടെ പ്രിൻസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഇവളുടെ സഹോദരൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ഇത് കണ്ടതും നമ്മുടെ പ്രിൻസിനാകെ വിഷമമാവുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ്, എന്താ എന്നെ പ്രതീക്ഷിച്ചില്ലേ, നിനക്ക് വിഷമമുണ്ടോ ഞാൻ വന്നതിരുന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അങ്ങനെയല്ല. അന്നേരം നമ്മുടെ പ്രിൻസ് പറയുകയാണ്, അങ്ങനൊന്നും അല്ല, കല്യാണം കഴിഞ്ഞതോടെ നീ മാറി, നീ എന്നോടൊരു മൂന്നാമതൊരാളെ പോലെയാണ് പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ പ്രിൻസസ് വന്നിട്ട്, അങ്ങനൊന്നും അല്ല, വരൂ നമുക്ക് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ പ്രിൻസിനെ അവിടെ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, അതായത് നമ്മുടെ ജനറലിന് മനസ്സിലായിട്ടുണ്ട്, അവിടെ നമുക്ക് എന്തൊക്കെ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ പേടിക്കേണ്ട, നിന്നെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഭാവി വെച്ച് കളിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിൻസ് ചോദിക്കുകയാണ്, ശരി, നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ, അതുകൊണ്ടാണോ നീ എന്നെ പറ്റി പറയാതിരുന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, എനിക്ക് നിന്നെ ഒരുപാട് നാളായിട്ട് അറിയാമല്ലോ, ഞാൻ നിന്റെ ഭാവി വെച്ച് അങ്ങനെയൊന്നും കളിക്കില്ല എന്ന് പറയുകയാണ്. നിനക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ പ്രിൻസസ് വിഷമിച്ച് പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല, എനിക്ക് ഇവിടുന്ന് വരാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും പ്രിൻസ് ഭയങ്കര വിഷമത്തിൽ ചോദിക്കുകയാണ്, നിനക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണോ, അതോ അച്ഛനെ പേടിച്ചിട്ടാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നു. അതോ നിനക്ക് സ്വപ്നങ്ങൾ കാണാതെ നല്ലതുപോലെ ഉറങ്ങാൻ കഴിയും, അത് വെച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ പ്രിൻസസ് പറയാണ്, എനിക്കത് അറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്ന്. അതായത് ഞാൻ അദ്ദേഹത്തിന് ആപത്തൊന്നും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാകാം ഒരുപാട് വെറുക്കുമ്പോഴും അദ്ദേഹത്തിന് ആപത്തൊന്നും വരാതെ നല്ലത് മാത്രം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ രാജകുമാരൻ വിഷമം വന്നിട്ട്, ഇവളിനി എന്നെ വെറുക്കുവോ, ഞാനാണല്ലോ ജനറലിനെ നന്നാൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ആലോചിച്ച് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പ്രിൻസ് ചോദിക്കുകയാണ്, അതെ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ജനറലിനോട് ചെയ്താൽ നീ എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ ഞെട്ടി നമ്മുടെ ഈ പ്രിൻസിനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റിട്ട് ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ ആണെങ്കിൽ തെറ്റായിട്ട് യുദ്ധകാലത്തിൽ നീ തെറ്റായിട്ട് ട്രിക്ക് ഉപയോഗിച്ചെന്ന് അറിഞ്ഞിട്ടും, അല്ല, നീ ആർമിയിലേക്ക് സെലക്ട് ചെയ്തിട്ട് അവൻ തിരഞ്ഞെടുത്തിട്ടും നിന്നെ ആർമിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടും നീ തെറ്റായ രീതിയിൽ പോയിട്ടും അവൻ നിന്നെ ചതിച്ചില്ലല്ലോ, ചില നല്ല മനുഷ്യർ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് നല്ല കഴിവുണ്ട്, നിനക്ക് നല്ല രീതിയിൽ എത്താൻ കഴിയുമെന്ന് പറയുന്നു, വിലമതിക്കുന്ന രീതിയിൽ നിനക്ക് ഉയർന്നു വരാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും പ്രിൻസിന് സന്തോഷമായിട്ട്, ശരി, ഇപ്പൊ എനിക്ക് നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് ഇത് കഴിക്കാമെന്ന് പറയുന്നു. അന്നേരമാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പ്രിൻസ് പറയുകയാണ്, നീ ഒരുപാട് മദ്യം ഒന്നും കുടിക്കരുത്, നീ ഉറങ്ങിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അതിന് പറയുന്നത്, ഇത് തായ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങത്തില്ല, അവൾക്ക് അല്ലെങ്കിൽ വിഷമമാകുമെന്ന് പറഞ്ഞ് ഇവൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ നന്നാനും നമ്മുടെ ഹീറോയിൻ തമ്മിലുള്ള സംസാരമാണ് പിന്നീട് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹീറോ പറയുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത്, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നോടൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ടത് നന്നാന് വിഷമം വന്നിട്ട് പറയാണ്, ഞാൻ അതിന് നീ ഒന്നും വിചാരിച്ചില്ലല്ലോ, നീ തെറ്റായിട്ട് മനസ്സിലാക്കിയതാണ് എന്ന് പറയുന്നു. ഞാൻ എനിക്ക് ഈ റൈസ് ബോർഡ് തരാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൾക്ക് വിഷമം വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. നീ ഏതായാലും കൊണ്ടുവന്ന ഫുഡ് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴത്തേനും ജെൻലി, അതായത് ഒന്ന് ഹേർട്ടായെങ്കിലും പറയുകയാണ്, അവൾ വിഷമത്തോടെ അവിടെ ഇരുന്നിട്ട് അവരുടെ മുന്നിൽ ആ വിഷമം കാണിക്കാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ ഹീറോയിനും നമ്മുടെ പ്രിൻസും കൂടി ആ മദ്യം കഴിച്ചിട്ട് തായും അതിനകത്ത് എന്തൊക്കെയോ മരുന്ന് ചേർത്തിട്ടുണ്ടല്ലോ, അതിന്റെ എഫക്റ്റായിട്ട് ഇവർക്ക് മയക്കം വരികയും എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് എണീക്കുകയും പിന്നെ രണ്ടുപേരും കൂടി അവിടെ വീഴുകയും ചെയ്യുന്നതാണ് പിന്നത്തെ സീന്. ഇങ്ങനെയാണ് ഈ ഡ്രാമ ഇവിടെ വൈൻഡപ്പ് ആകുന്നത്. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് മെൻഷൻ ചെയ്യാനും മറക്കരുത്.